പക്ഷേ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ വർഗീയത പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ കൂടെ കൂട്ടുകയും അതോടൊപ്പം തന്നെ ഈ ന്യൂനപക്ഷങ്ങൾ എന്തോ വലിയ തീവ്രവാദം ചെയ്യുന്നു, ഈ ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമിയാണ് UDF വന്നാൽ അധികാരത്തിൽ വരിക, മാറാട് ആവർത്തിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് CPM നേതാക്കളാണ്. നിങ്ങളിപ്പോൾ ഒരു 3 ചോദ്യം അതിലുണ്ട്. 3 ആളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. CPM-നെതിരായിട്ടൊരു കുറ്റപത്രം തയ്യാറാക്കാൻ വേണ്ടിയുള്ളൊരു ചോദ്യം അത്. CPM ന്യൂനപക്ഷ വിരുദ്ധരാണ് എന്ന് സ്ഥാപിക്കണം. CPM ഭൂരിപക്ഷ വർഗീയതയ്ക്കൊപ്പമാണ് എന്ന് സ്ഥാപിക്കണം. CPM ഒരു മോശപ്പെട്ട പാർട്ടിയാണ് എന്ന് സ്ഥാപിക്കണം. ആ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി അത്തരം ഒരു രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുന്ന പൊളിറ്റിക്കൽ നറേഷൻസ് തയ്യാറാക്കുന്ന ഒരു രാഷ്ട്രീയ കേന്ദ്രത്തിന് വേണ്ടിയുള്ള ഒരു ചോദ്യമാണത്. ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞിട്ട് നിങ്ങൾ തലക്കെട്ടുണ്ടാക്കണ്ട. നേതാവും KC വേണുഗോപാലും CPM വർഗീയമായ കാര്യങ്ങൾ പ്രചരണത്തിൽ കൊണ്ടുവരുന്നു എന്നാണ്. എല്ലാം ഓരോന്നും പറഞ്ഞാൽ പോരെ, ഒന്നുമില്ല. അപ്പോൾ ആദ്യത്തേന്ന് പറയാം. എന്താണ് പിന്നെ ഇയാളല്ലേ KC വേണുഗോപാലും നമ്മുടെ പ്രതിപക്ഷം. ഈ കേരളത്തിൽ എല്ലാ വർഗീയതയും ഒരുപോലെ പ്രോത്സാഹിപ്പിക്കുന്ന 2 ആൾക്കാരാണ് ഈ പറയുന്നത്. ഈ കേരളത്തെ പൊതുവായി വർഗീയ മലീമസ ബോധത്തിലേക്ക് നയിക്കുന്നതിൽ അതിനിർണായകമായ പങ്കാണ് കേരളത്തിലെ കോൺഗ്രസ് വഹിക്കുന്നത്. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് സ്വന്തം അസ്തിത്വമില്ല. കോൺഗ്രസിൻ്റെ അസ്തിത്വം തന്നെ വിവിധ വർഗീയതകളുടേതാണ്. ആളുകളെ വർഗീയമായി തിരിച്ചാൽ അതിൻ്റെ വിൻഫോൾ പ്രോഫിറ്റ് ഞങ്ങൾക്ക് കിട്ടും എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് ഈ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. പൂർണ്ണമായി വർഗീയതയ്ക്ക് കീഴ്പ്പെട്ടിട്ടുള്ള ഒരു കോൺഗ്രസ് നേതൃത്വമുള്ളത്. വർഗീയത പൂർണ്ണമായി അതിനെ വിഴുങ്ങുന്നു എന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം. അപ്പോൾ എല്ലാ വർഗീയതയും പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. പക്ഷേ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ വർഗീയത പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ കൂടെ കൂട്ടുകയും അതോടൊപ്പം തന്നെ ഈ ന്യൂനപക്ഷങ്ങൾ എന്തോ വലിയ തീവ്രവാദം ചെയ്യുന്നു, ഈ ജമാഅത്തെ ഇസ്ലാമിയാണ് UDF വന്നാൽ അധികാരത്തിൽ വരിക, മാറാട് ആവർത്തിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് CPM നേതാക്കളാണ്. നിങ്ങളിപ്പോൾ ഒരു 3 ചോദ്യം അതിലുണ്ട്. 3 ആളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. CPM-നെതിരായിട്ടൊരു കുറ്റപത്രം തയ്യാറാക്കാൻ വേണ്ടിയുള്ളൊരു ചോദ്യം അത്. CPM ന്യൂനപക്ഷ വിരുദ്ധരാണ് എന്ന് സ്ഥാപിക്കണം. CPM ഭൂരിപക്ഷ വർഗീയതയ്ക്കൊപ്പമാണ് എന്ന് സ്ഥാപിക്കണം. CPM ഒരു മോശപ്പെട്ട പാർട്ടിയാണ് എന്ന് സ്ഥാപിക്കണം. ആ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി അത്തരം ഒരു രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുന്ന പൊളിറ്റിക്കൽ നറേഷൻസ് തയ്യാറാക്കുന്ന ഒരു രാഷ്ട്രീയ കേന്ദ്രത്തിന് വേണ്ടിയുള്ള ഒരു ചോദ്യമാണത്. ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞിട്ട് നിങ്ങൾ തലക്കെട്ടുണ്ടാക്കണ്ട. എവിടെ തൃശ്ശൂർ ജില്ലയിലെ ഒരു വീട്ടിൽ നിന്ന് തന്നെ 2 സ്ഥാനാർത്ഥികൾ ഇതൊന്ന് പിടിയിട്ടില്ല.